ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ബയോളജിക്ക് നിങ്ങൾക്ക് A+ഓ Aയോ അറ്റ്ലീസ്റ്റ് B+എങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ലോക മൊയന്താളല്ല, നിങ്ങൾ യൂണിവേഴ്സൽ മൊയന്തുകൾ. ഓക്കെ, ഞാൻ അങ്ങനെ തന്നെ പറയും. കാരണം നിങ്ങളെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമില്ല, നിങ്ങൾക്കൊരു പ്രചോദനമാവാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. കാരണം ബയോളജിക്ക് നമുക്ക് എത്ര ദിവസം ഗ്യാപ്പ് ഉണ്ട്? 5 ദിവസം ഗ്യാപ്പ് ഉണ്ട്. ആകെ നമുക്ക് 6 ചാപ്റ്ററേ ഉള്ളൂ. അപ്പോൾ ഓരോ ചാപ്റ്റർ ഒരു ദിവസം ഒരു ചാപ്റ്റർ വെച്ച് പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു B+ എങ്കിലും മിനിമം B+ എങ്കിലും മേടിക്കണം. പക്ഷേ നമ്മൾ നിലവാരമുള്ള ആൾക്കാരാണ്, നമ്മൾ ഏത് വാങ്ങിക്കണം? A+ തന്നെ വാങ്ങിക്കണം. നമുക്ക് പറ്റും, നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാവുന്നതേ ഉള്ളൂ. അല്ലാതെ ബയോളജി വലിയൊരു കീറാമുട്ടി സാധനമൊന്നുമില്ല. ആകെ കിട്ടും മക്കളെ, കിട്ടും. ഓക്കെ, അപ്പോൾ ബയോളജിക്ക് നമുക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, ഏത് രീതിയിൽ പഠിക്കണം, എങ്ങനെ പ്ലാൻ ചെയ്യണം, അതിനുള്ളൊരു കിടിലൻ പ്ലാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, 5 ദിവസം ഗ്യാപ്പ് ഉണ്ടല്ലോ സാർ, എന്നാൽ പിന്നെ എന്ത് ചെയ്യാം? ലാസ്റ്റ് 2 ദിവസം പഠിക്കാം. അതിന് നിൽക്കരുത്. ഇനി ആകെ 5 ദിവസമല്ലേ ഉള്ളൂ. ആ 5 ദിവസം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഫുൾ ഫ്രീ ആണ്. അപ്പോൾ ഈ ഒരു 5 ദിവസം കൂടെ എന്ത് ചെയ്യുക? നിങ്ങൾ സൂപ്പറായിട്ട് പഠിക്കുക. പിന്നെ ചില ആൾക്കാർ നിങ്ങൾ ഫുള്ള് ബയോളജി മൊത്തം പഠിച്ചുകാണ്ട് പിന്നെ സമയം ബാക്കിയുള്ള ഒരു സ്ഥിതി വിശേഷമൊന്നും വരാൻ ചാൻസ് ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ എന്താ മാക്സിമം എല്ലാ സമയം എന്ത് ചെയ്യുക? പഠിക്കുക. പിന്നെ 30 തീയതി കഴിഞ്ഞാൽ പിന്നെ ഫ്രീ അല്ലേ, പിന്നെ ഒരു തേങ്ങി പഠിക്കണ്ടല്ലോ. അപ്പോൾ ലാഭമായി. അപ്പോൾ ഇനിയുള്ള 5 ദിവസമെങ്കിലും എന്ത് ചെയ്യുക? വൃത്തിക്ക് സൂപ്പറായിട്ട് ഇരുന്ന് പഠിക്കുക. അപ്പോൾ ബയോളജിക്ക് നമുക്ക് എന്തായാലും എന്ത് ചെയ്യാൻ പറ്റും? A+ ഉറപ്പിക്കാൻ പറ്റും. പിന്നെ A+ കിട്ടി 5 ദിവസങ്ങൾ ടോപ്പായിട്ട് പഠിച്ചു, എന്നിട്ട് നിങ്ങൾക്ക് A+ കിട്ടിയില്ല എന്ന് വിചാരിക്കും. അങ്ങനെ തുമ്മിയാ തെറിക്കണം മൂക്കാണെങ്കിൽ പോട്ടെ എന്ന് വെക്കണം, അത്രേ ഉള്ളൂ. അത് നമുക്ക് വേണ്ട, അതിനെ പോട്ടെ. അപ്പോൾ അപ്പോൾ ബയോളജിക്ക് എങ്ങനെ A+ ലഭിക്കാനുള്ള ഒരു പ്ലാന് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മൾക്ക് എങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യും, എങ്ങനെ നമ്മൾക്ക് അടിപൊളിയായിട്ട് സ്റ്റഡി ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഇതിവൃത്തം പറഞ്ഞു തരാം. 25-ാം തീയതി നിങ്ങൾ എന്ത് ചെയ്യും? കെമിസ്ട്രി എക്സാം കഴിഞ്ഞ് വീട്ടിലെത്തും. അങ്ങനെ 25-ാം തീയതി നമുക്കിവിടെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ട്, സൈലത്തിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ട്. ആ സ്റ്റഡി പ്ലാനിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ചാപ്റ്റർ 5 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ചാപ്റ്റർ 5-ലെ എല്ലാ കോൺസെപ്റ്റുകളും അതിൻ്റെ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഓൾറെഡി ചാപ്റ്റർ 5 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻസും കിട്ടി. അപ്പോൾ ഒന്നും കൂടി സെറ്റായി, തറുവായി. പിന്നെ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? 26-ാം തീയതി രാവിലെ ഒന്ന് എഴുന്നേറ്റിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ സമയം കിട്ടും. അപ്പോൾ അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലുമൊക്കെ തലേന്ന് രാത്രി ലൈവൊക്കെ കണ്ടത് വെറുതെ ഒന്ന് എന്ത് ചെയ്യുക? ചുമ്മാ ഒന്ന് 2x-ലോ 1.5x-ലോ ഒക്കെ ഇട്ടിട്ട് ഒന്നൊന്ന് പൊടി തട്ടിയെടുക്കുക. എന്നിട്ട് അപ്പം എന്ത് ചെയ്യും? ചാപ്റ്റർ 5 സെറ്റായി. ഓക്കെ, ലാഭം. ഓക്കെ, പിന്നെ 26-ാം തീയതി രാത്രി ചാപ്റ്റർ 2 നമ്മൾ ഡിസ്കസ് ചെയ്യും. ചാപ്റ്റർ 2-ൽ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിലുള്ള എല്ലാ കോൺസെപ്റ്റ്സൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ്, എന്താണ്, ഏതോ എന്നൊക്കെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നവരോ 27-ാം തീയതി രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് സമയമുണ്ട്. അപ്പോൾ അതിനിടയിൽ നമ്മൾ എന്ത് ചെയ്യുക? തലേന്നുള്ള രാത്രി കണ്ട ലൈവ് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് 1.5-ലോ 2-ലോ ഒക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് നോക്കുക, എന്തൊക്കെ എങ്ങനെയൊക്കെ ഇങ്ങനെ വെറുതെ റാൻഡം ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ 2ാമത്തെ ചാപ്റ്ററും സെറ്റായി. പിന്നെ 27-ാം തീയതി രാത്രി വീണ്ടും നമ്മൾ ചാപ്റ്റർ 1-ഉം 3-യും ഡിസ്കസ് ചെയ്യും ഇതുപോലെ തന്നെ. എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം 28-ാം തീയതി രാവിലെ മുതൽ വൈകുന്നേരം വരെ സമയമുണ്ട്. അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് ചുമ്മാ നോക്കിയാൽ മതി ആ 2 ചാപ്റ്ററിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ, കാരണം തലേന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ 28-ാം തീയതി രാത്രി ചാപ്റ്റർ 4 and 6, ഇനി അതാണല്ലോ ബാക്കിയുള്ളത്. ബാക്കിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ അതായിരിക്കുന്നു 1, 3 ഇവിടെ കഴിഞ്ഞു, 2 ഇവിടെ കഴിഞ്ഞു, പിന്നെ 5 ഇവിടെയും കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഏതാണ്? 4ഉം 6ആണ് ബാക്കിയുള്ളത്. അത് 28-ാം തീയതി രാത്രി ഡിസ്കസ് ചെയ്യും. പിന്നെ 28-ാം തീയതി രാത്രി ഇത് പച്ചവെള്ളം പോലെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ക്വസ്റ്റ്യൻസും പിന്നെ അതുപോലെ തന്നെ കോൺസെപ്റ്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യും. എന്നിട്ട് പിന്നെ 28-ാം തീയതി രാത്രി എന്താണ് കഴിഞ്ഞ് പിന്നെ 29-ാം തീയതി രാവിലെ നിങ്ങൾ എണീക്കും. 29-ാം തീയതി രാവിലെ മുതൽ വൈകുന്നേരം വരെ വീണ്ടും സമയമല്ലേ. അപ്പോൾ വീണ്ടും ഇതൊക്കെ എന്ത് ചെയ്യുക? ചുമ്മാ ഒന്ന് റിവിഷൻ ചെയ്യാം. പിന്നെ സുഖമാണ്. പിന്നെ 29-ാം തീയതി രാത്രി നമുക്ക് ഇനി എന്തുണ്ട്? മെഗാ മാരത്തോൺ ഉണ്ട്. എല്ലാ ചാപ്റ്ററിലെയും കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് വീണ്ടും നമ്മൾ ഒന്നും കൂടി എന്ത് ചെയ്യും? റിവൈസ് ചെയ്യും. കാരണം നമ്മൾ 25-ാം തീയതിയാണ് ആദ്യത്തെ ചാപ്റ്റർ പഠിച്ചു വെച്ചത്, 5ാമത്തെ ചാപ്റ്റർ. അപ്പോൾ സ്വാഭാവികമായിട്ടും മേ ബി മറന്നു പോകാൻ ചാൻസ് തുള്ളി ഉണ്ടാവും, പക്ഷേ വലിയ ചാൻസ് ഒന്നുമില്ല. ഇനി അഥവാ മറന്നു പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കും. 29-ാം തീയതി രാത്രി നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? ഒരു 10-11 മണി വരെ ലൈവ് ഉണ്ടാവും. അത് മൊത്തത്തിലിരുന്ന് കാണാം. അപ്പോൾ സെറ്റാവും. പിന്നെ 30-ാം തീയതി രാവിലെ ഒരു മോർണിംഗ് ബൂസ്റ്റർ ഉണ്ട്. അതൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. എങ്ങനെയാണ് മോഡൽ പരീക്ഷയ്ക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക, അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻറ്റ് മീൻസ് അതിൻ്റെ ഒരു വേറൊരു ടൈപ്പ് സാധനം നമ്മൾ എന്ത് ചെയ്യും? രാവിലെ ഡിസ്കസ് ചെയ്യും. അതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സുഖമായില്ലേ. പിന്നെ പരീക്ഷയ്ക്ക് വെറുതെ പോയി കൊടുത്താൽ മതി. എന്നിട്ട് നിങ്ങളിങ്ങനെ പരീക്ഷകളിങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ എന്ത് ചെയ്യും? ആകാശത്തിൽ നിന്ന് മഴത്തുള്ളികൾ വരുന്ന പോലെ, മലവെള്ളപ്പാച്ചിലിൽ വെള്ളം ഒഴുകി വരുന്ന പോലെ നിങ്ങൾക്ക് ആൻസേഴ്സ് ഇങ്ങനെ ധാരധാരയായി തുള്ളിയായിട്ട് ഇങ്ങനെ ഒഴുകി വരും. പിന്നെ അതിങ്ങനെ മൈൻഡിൽ നിന്ന് ഇങ്ങനെ എടുത്തിങ്ങനെ എഴുതേണ്ട താമസം മാത്രമേ ഉണ്ടാവുള്ളൂ. സാധനം സെറ്റേക്കാരം, ഒന്നുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട. ഇതേപോലെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റും. ഇത് വലിയ ഭയങ്കരമായ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഭയങ്കര ഒരു ആളുകളിങ്ങനെ വലിഞ്ഞു മുറുക്കുന്ന ഒരു പ്ലാനൊന്നുമല്ല. ഇത് സിമ്പിൾ പ്ലാനാണ്. രാത്രി നമ്മൾ ലൈവ് കണ്ട് പഠിക്കുക. പിറ്റേ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ സമയമുണ്ട്. അതിൻ്റെ ഇടയിൽ അതൊന്നും എന്ത് ചെയ്യുക? റിവൈസ് ചെയ്യുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ സമയം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഫോണിൽ കളിക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് സിനിമ ഒക്കെ കാണാം. പിന്നെ അതേപോലെ ഉച്ചക്ക് ഉറങ്ങാം. എന്നാലും ഇഷ്ടംപോലെ സമയം ബാക്കിയേക്കാരം. അത്രയും നമുക്ക് ലാവിഷായിട്ട്
പഠിക്കാം, നമുക്ക് സുന്ദരമായിട്ട് റൊമാൻറ്റിക് ആയിട്ട് പഠിക്കാം. കാരണം അത്രയും ദിവസം ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഗ്യാപ്പൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എന്നാൽ സാർ സിനിമ കാണാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ സിനിമ കാണാം. അങ്ങനെയല്ല, സിനിമ കാണുന്നതല്ല ഉദ്ദേശിച്ചത്. എന്ത് ചെയ്യുക, മാക്സിമം സമയത്തിന് എന്ത് ചെയ്യുക, ഫ്രൂട്ട്ഫുൾ ആയിട്ട് യൂസ് ചെയ്യുക. പിന്നെ 2 മാസം വെക്കേഷനിലടാ നിങ്ങൾ സിനിമ കണ്ട് തീർത്തോണ്ടി. പഴയ സിനിമ പുതിയ സിനിമ എല്ലാം കണ്ടോണ്ടി. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം ഒക്കെ ചെയ്തോണ്ടി. ഒരു 5 ദിവസമല്ലേ ഉള്ളൂ, ആ 5 ദിവസം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് എഫേർട്ട് എടുക്കുക, പിന്നെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്കൊക്കെ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഓൾ ദി ബെസ്റ്റ് നേർന്നുകൊണ്ട് ഇത് നിങ്ങളുടെ സ്വന്തം ബഹുമാനപ്പെട്ട അറക്കൽ. അപ്പോൾ അറക്കലിൻ്റെ മനക്കലിലേക്ക് സ്വാഗതം, സുസ്വാഗതം. ഓക്കെ, ഗുഡ് ബൈ.